ഇതിൽ മട്ടൻ ചേർക്കും. കോഴി ബീഫ് ചേർക്കാം. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് പോലും എനിക്ക് അറിയില്ല കേട്ടോ, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കുന്തോറും ഇതിന് ടേസ്റ്റ് കൂടി വരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സജി തേരുള്ളി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ നമ്മളുടെ വീഡിയോയിൽ തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കി കാണിച്ച ഫിറോസ് ഭായ് അതേ കല്യാണ വീട്ടിൽ അൽസ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അൽസയ്ക്ക് അലീസ എന്നും പറയാറുണ്ട്. ഇത് വടക്കൻ മലബാറിലെ കല്യാണ വീടുകളിലെ ഒരു പ്രധാന ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്താ ഇലക്ക ഇട്ടതിനകത്ത് നമ്മളെന്താ അൽസയല്ല ഉണ്ടാക്കുന്നത്? അൽസ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ. ഈ ഭാഗത്തുള്ളതാണോ അത്? ഏകദേശം 700 പേർക്ക് കഴിക്കാൻ 12 കിലോ ഗോതമ്പ് കൊണ്ടുള്ള അൽസയാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഗോതമ്പിൻ്റെ 6 ഇരട്ടിയോളം വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട എന്നിവയാണ് ആദ്യം ചേർക്കുന്നത്. പുള്ളിയിടും അല്ലേ? ഇഞ്ചിൻ്റെ നീര്. ആ, ഗോതമ്പല്ലേ? ഇത് ഗോതമ്പ് കഴുകി പിന്നെ ഈ തവിട് പോയ ഗോതമ്പാണ്. ഫസ്റ്റ് ക്വാളിറ്റി. ഇത് കഴുകി കുതിർത്താൻ വെച്ചാ? കഴുകി കുതിർത്തിയതിന്റെ ശേഷമാണ് ഒരു 4-5 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടോ? അല്ല, ഒരു ഇന്നലെ രാത്രി ഇട്ടതാ. 9-10 മണിക്ക് അങ്ങനെ. ഇതൊരു കഞ്ഞി പോലെയാണ് ഉണ്ടാവുക? അല്ല, കഞ്ഞി പോലെയല്ല, അത് ടേസ്റ്റ് ആവും, കുറുക്ക്. ഇതിന്റെ കൂടെ എന്താ കഴിക്കാൻ? അൽസന്റെ കൂടെ ഇതിങ്ങനെ തന്നെ. അതിനുശേഷമാണ് ബിരിയാണി കഴിക്കുക. ശരി, അങ്ങനെ. ഇതിങ്ങനെ ഏകദേശം ഒരു 3-4 മണിക്കൂറാണ് ശരിക്കാവണം. ശരി. 4 മണിക്കൂറുണ്ട് ഏകദേശം. ഇത് അടച്ചു ചോദിക്കുക അല്ലേ? അത്ര ഇതിങ്ങനെ പിന്നെ പതുക്കുമ്പോൾ ഇതിന് ഇത് പുറത്തേക്ക് വരുമ്പോൾ നല്ല തീ വേണ്ടി വരില്ലേ ഇതിന്? നല്ലോണം തീ വേണ്ടി. നിങ്ങളാണ് ഗോതമ്പ് ശരിക്കും പൊട്ടുള്ളൂ. അത് പതഞ്ഞ് മുറ്റി വന്നല്ലോ. പതിന് മുന്നേറും ലേശം ആക്കി ജ്യൂസിൽ പിന്നെ ഈ RKG ചേർത്ത് കഴിഞ്ഞാൽ പതടങ്ങും അല്ലേ? ഇതിനിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇനി ആവുന്ന വരെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്കുക കയറിക്കും. നെയ്യ് ഒഴിച്ചതിന് ശേഷം പിന്നെ പൊന്തിയിട്ടില്ല. അത് പത പോകാനാ? പത പൊന്തായിരിക്കാനാ? ഇതൊരാൾ നിൽക്കണല്ലേ എപ്പോഴും ഇവിടെ? അല്ല, ഇത് ബിരിയാണി കൊടുക്കുമ്പോൾ മാത്രമേ കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ? ബിരിയാണിന്റെ കൂടെ സൈഡ് കൊടുക്കുന്നതാണ്. ഫസ്റ്റ് ഇത് കഴിക്കും, കഴിക്കുന്നവര് കഴിക്കും, അല്ലെങ്കിൽ പിന്നെ ബിരിയാണി കഴിക്കും. ഇത് കഴിക്കുന്നവർ ഇത് തന്നെ കഴിക്കുള്ളൂ. ഇത് ബിരിയാണി കഴിക്കാത്തവർ ഇത് തന്നെ കഴിക്കാം. ഇത് കഴിച്ചിട്ട് അങ്ങ് പോകും. അത് ശരി. ശരീര ഹെൽത്തിന് നല്ല ഇതാണല്ലോ. ഇതിന്റെ കൂടെ പഞ്ചസാരയാണ് ചേർക്കാം. ചില ആൾക്കാർ പഞ്ചസാര ചേർക്കും, ചിലത് അച്ചാറ്, അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഈ മസാല വരില്ല, ബിരിയാണിന്റെ മസാല, അതൊക്കെ കൂട്ടി പെരുക്കി അടിക്കും. ഇത് ഏകദേശം ഗോതമ്പ് പൊട്ടിക്കഴിഞ്ഞാൽ തീ വലിക്കും. 3 സൈഡാക്കും. പിന്നെ അവിടുന്ന് ഇങ്ങനെ ആയിക്കോളും. ഇതിപ്പോൾ വേറെ എത്ര സമയം എടുക്കും? ഇത് ഇനി ഒരു ഏകദേശം
ഏകദേശം ഒരു 1-1.5 മണിക്കൂർ ആവും പൊട്ടണമെങ്കിൽ. ആ ഗോതമ്പ് പൊട്ടി വരണല്ലേ? ശരിക്കും പൊട്ടിയിട്ട് പദം വരണം. വനസ്പതി കൊടുത്തു ഡാൽഡ തന്നെ അല്ലേ ഇത്? അതൊരു വെന്ത് പകുതിയാകുമ്പോൾ കൊടുക്കാം അല്ലേ? ഇതിപ്പോൾ വേവായോ? ഒരു 85% വെന്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അധികം തീ വേണ്ട. ഇതിന്റെ ബാക്കിയുള്ള വേവ് സൈഡിനോ? അത് ശരി. നടുഭാഗത്ത് തീ ഉണ്ടാവില്ല. ഇല്ല, നടുഭാഗത്ത് കൊടുത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു വരും. അലസ ഏകദേശം ആയല്ലേ? ഏകദേശം 95%. ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നത് ഇതെന്താ ചേർക്കുന്നത്? ഏലക്ക പൊടിച്ച് അല്ലേ? നമ്മൾ ആദ്യം കുറച്ച് ഏലക്ക ചേർത്തല്ലോ അല്ലേ? ആദ്യം പിന്നെ പട്ടയും ഗ്രാമ്പും ഏലക്കയും കുറച്ച് പൗഡർ ഇല്ലാത്ത. അണ്ടിപ്പരിപ്പ് അരച്ചല്ലേ? ഇത് എത്ര ഗ്രാം ഉണ്ടാവും അണ്ടിപ്പരിപ്പ്? ഏകദേശം ഒരു 350 ഗ്രാം ഉണ്ട്. ഇപ്പോൾ വേവ് പൂർണ്ണമായോ? ഏകദേശം ഒരു 5% കൂടി വയ്ക്കാനായി. ഇതെന്താ കൊടുക്കുന്നത്? ഇത് പാൽപ്പൊടി. പാൽപ്പൊടി വെള്ളത്തിൽ കലക്കി അല്ലേ? ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അത് പിന്നെ അവരവരുടെ സർവീസാണ്. മട്ടൺ കുടിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൽ മട്ടൺ ചേർക്കും. മട്ടൺ ചേർക്കാം. പിന്നെ അതേപോലെ കോഴി ചേർക്കാം. കോഴി ബീഫ് ചേർക്കാം. കോഴിയൊക്കെ ചെറിയ കഷ്ണാക്കി ചേർക്കുക. അല്ല, അത് പിന്നെ കോഴി പുഴുങ്ങിയിട്ട് ഇറച്ചി മാത്രം എടുക്കുക, മിക്സിയിലേക്ക് അടിക്കുക, എന്നിട്ട് ഇതിൽ ആഡ് ചെയ്യുക. പിന്നെ അതേപോലെ മട്ടനൊക്കെ ആണെങ്കിൽ ഗോതമ്പത്തിൻ്റെ കൂടെ തന്നെ ഇടാം. നല്ല ടേസ്റ്റാണ്. കോഴിയാണെങ്കിൽ സെപ്പറേറ്റ് വേവിച്ചിടും. കോഴിയാണെങ്കിൽ സെപ്പറേറ്റ്. മട്ടൻ പിന്നെ വേവ് കുറവാണ്. ബീഫൊക്കെ ആണെങ്കിൽ അതിൽ തന്നെയാണ്. പിന്നെ മട്ടൻ്റെ നെയ്യ് മാത്രം ഉപയോഗിക്കാം. അതും സൂപ്പറാണ്. നെയ്യ് മാത്രം ചേർക്കും. ഇവിടെ പിന്നെ അത് വേണ്ട. ചില സ്ത്രീകൾ കഴിക്കില്ല. കോഴി ഇട്ട് ഇറച്ചിട്ടെന്ന് പറഞ്ഞാൽ അൽസ കഴിക്കും. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഏകദേശം ആയിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ കൂട്ടി അൽസ റെഡിയായോ? അൽസ റെഡി ആയിട്ടുണ്ട്. ഇത് അലിസൻ്റെ ഒരു തോലാണ്, ഗോതമ്പത്തിൻ്റെ തോലി അടിക്കുവന്ന് നോക്കുക. അപ്പോൾ അതിന് പൊരിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അടിയിൽ അടിയുന്നതാ അത്? അടിയെന്ന് വരുന്നത്. അടി ആറുമ്പോഴേ ചട്ടത്തിൻ്റെ അറ്റത്ത് ഇങ്ങനെ വരും അല്ലേ? അടിച്ചു കൊടുക്കണം. അടിച്ചാലാണ് പരുവത്തിലാവും. ഇതിൻ്റെ മേലെ ആർക്കും ചെയ്തില്ല. അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പൊരിച്ചുള്ളി. അണ്ടിപ്പരിപ്പ്, മുന്തിരി, പൊരിച്ചുള്ളി അല്ലേ? ഉള്ളി വറുത്തത്. സമയമാകുമ്പോൾ സെർവ് ചെയ്യാം. ഇത് എന്തിനാണ് സെർവ് ചെയ്യുക? ഇത് പിന്നെ ഒരു ആവശ്യത്തിന് എടുത്തോളൂ. ആവശ്യക്കാർ
പ്ലേറ്റിലേക്ക് തന്നെ എടുക്കാം അല്ലേ? ആ പ്ലേറ്റിലേക്ക് മുല്ലക്കുണ്ടലിക്കാം. ഞാൻ കുറച്ച് സൽസ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഇത് അച്ചാർ അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ കൂട്ടിയാണ് കഴിക്കാറ്. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് പോലും എനിക്ക് അറിയില്ല കേട്ടോ, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഉള്ളി വറുത്തതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്, മസാലേൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. കഴിക്കാനൊരു നല്ലതാണ്. ഞാനിത് പിന്നെ കഴിക്കാത്തതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് യഥാർത്ഥത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് കഴിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. കഴിക്കുന്നതോറും അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ, പറ്റിയാൽ ഞാനിതിൻ്റെ ഒരു വീഡിയോ ഇടാം.